ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധുസൂദനും അതുപോലെ മഹിമയും കൂടി ചേർന്ന് വർഷയുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. വർഷയെ കാണാൻ വേണ്ടി മാത്രമായിട്ടല്ല അവർ വന്നിരിക്കുന്നത്. വർഷ റെസ്റ്റോറന്റ് തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ആവശ്യമായിട്ടുള്ള പണം ചെക്കായിട്ട് നൽകാനും കൂടിയാണ് കേട്ടോ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. വർഷ അരികിലേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര സ്നേഹത്തോട് കൂട്ടിയിട്ട് രണ്ടുപേരും അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിശേഷങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ അരികിലിരുത്തിക്കൊണ്ടാണ്, ഞങ്ങള് മോളെ കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതല്ല, ഒരു സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ കൂടിയാണെന്ന് പറയുവാണേ. അതെന്താണ് ആ സന്തോഷ വാർത്ത എന്ന് ചന്ദ്രമതി ഭയങ്കര ആകാംക്ഷയോട് കൂടി ചോദിക്കുന്നുണ്ട്. ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്നിട്ട് പുതിയൊരു റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയാണേ. അത് കേട്ട ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന രവിയും അതുപോലെ തന്നെ ചന്ദ്രമതിയും രേവതിയും ഒക്കെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇവര് റെസ്റ്റോറന്റ് ആരംഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് വീട്ടില് ഒരു സൂചന പോലും നൽകിയിട്ടില്ല. ഇവരുടെ അടുത്ത് ആരടുത്തും പറയാതെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തോ എന്നൊക്കെയാണ് കേട്ടോ അവിടെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. എടാ ശ്രീകാന്തേ, നീ ഇത് വല്ലാത്തൊരു സർപ്രൈസ് തന്നെ ആയിപ്പോയല്ലോ, നിനക്ക് ഒരു വാക്ക് ഞങ്ങളടുത്ത് പറയായിരുന്നു എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ കാഷ്വലായിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ രവിയാണെങ്കിൽ, അല്ല ശ്രീകാന്തേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് വീട്ടിലുള്ളവരുടെ അടുത്ത് പറയേണ്ട ഒരു മര്യാദ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. രേവതിയും അത് തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത്. ശ്രീകാന്തും അതുപോലെ വർഷയും ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ അത് ആദ്യം അറിയിക്കേണ്ടത് അച്ഛനും അമ്മയും അല്ലേ എന്ന്. എന്നാൽ ശ്രീകാന്ത് ആകെ പെട്ട അവസ്ഥയിലാണ്. ശ്രീകാന്ത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എടുത്താൽ മാത്രമാണല്ലോ ഇവരുടെ അടുത്തൊക്കെ പറയേണ്ട കാര്യമുള്ളൂ. വർഷയുടെ ഇഷ്ടത്തിന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതില് ശ്രീകാന്ത് പെട്ട അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത്. അതിന് ശ്രീകാന്ത് മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ, അങ്കിളെ ഇത് തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയെന്നല്ലാതെ ശ്രീകാന്ത് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇനി എത്രയെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഡിസൈഡ് ചെയ്തത്. അത് ഞാൻ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞു എന്നുള്ള കാര്യം കൂടി വർഷ പറയുമ്പോഴേക്കും, നീ എന്തിനാ എന്നോട് ചോദിക്കാതെ ഇതൊക്കെ തീരുമാനം എടുക്കാനും വിളിച്ച് പറയാനൊക്കെ പോയെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ശ്രീകാന്ത് തീരുമാനം എടുക്കില്ലല്ലോ, എത്രയും ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു അങ്ങോട്ട് തീരുമാനം എടുക്കാം എന്ന്. അതല്ലേ അങ്കിളെ ശരിയെന്നൊക്കെ നമ്മുടെ വർഷം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ സംസാരത്തിന്റെ ഇടയിലാണ് മധുസൂദനൻ മഹിമയുടെ അടുത്ത് ആ ചെക്ക് എടുത്തിട്ട് അവരെ ഏൽപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അവരെ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ രവിയും ആണ് കേട്ടോ. മക്കളൊരു സംരംഭം ആരംഭിക്കാൻ വേണ്ടി പോകുന്നോണ്ട് അച്ഛനമ്മമാര് തന്നെ ആ പണം മേടിച്ച് അവരുടെ കയ്യിലേക്ക് കൊടുക്കണമെന്നാണ് ഇവര് പറയുന്നത്. അങ്ങനെ രവി മടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ചന്ദ്രയാണെങ്കിൽ അവര് നമ്മുടെ മകന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്, വാങ്ങിക്കുക രവിയേട്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ രവിയാണെങ്കില്, നമ്മളല്ലല്ലോ ചന്ദ്ര റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് ശ്രീകാന്തും വർഷയ്ക്കും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവര് മേടിച്ചോട്ടെ എന്ന് പറയുവാണേ. ഉടനെ തന്നെ ചന്ദ്രമതി ശ്രീകാന്തും മടിച്ചു നിൽക്കുവാണ് മേടിക്കാൻ വേണ്ടിയിട്ട്. ശ്രീകാന്തിനെ മാറ്റി നിർത്തിക്കൊണ്ട്, അവര് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേടാ പറയുന്നത്, എത്രയെന്ന് വിചാരിച്ചിട്ടാണ് മറ്റൊരാളുടെ കീഴിൽ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല വർഷ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആ പ്രിയ എന്ന് വെച്ച റെസ്റ്റോറന്റിന്റെ ഉടമ ശ്രീകാന്തിന് യാതൊരുവിധ വിലയും നൽകുന്നില്ല. ഇവൻ കാരണമാണ് ആ റെസ്റ്റോറന്റ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ഫുഡ് കാരണമാണ് അവിടെ ആൾക്കാർ വരുന്നതും. പക്ഷെ അത് എല്ലാം അവളുടെ മിടുക്കാണെന്നുള്ള രീതിയിൽ ശ്രീകാന്തിനെ ഒന്നിലും കൊള്ളില്ലാത്തവരാക്കിയിട്ടാണ് അവൻ അവിടെ ചിത്രീകരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ശ്രീകാന്തിന്റെ അടുത്ത് ചന്ദ്രയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിലയില്ലാത്തടത്ത് വർക്ക് ചെയ്യേണ്ട ഒരാളല്ലല്ലോ എന്ന് മഹിമയും ചന്ദ്രയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രീകാന്തിന്റെ അടുത്ത് പറയുവാണേ. ശ്രീകാന്ത് ആകെ പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. രവിയേട്ട നിങ്ങൾ പറയും എന്നാ മാത്രമേ അവൻ വാങ്ങുള്ളൂ എന്നൊക്കെ ചന്ദ്രൻ ഇങ്ങനെ പറയുമ്പോ, രവിയാണെങ്കിൽ മഹിമയുടെയും മധുസൂദന്റെയും ഉദ്ദേശം എന്താണെന്നുള്ള കാര്യമൊക്കെ ശ്രീകാന്ത് നിനക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് നിന്റെ ഇഷ്ടം എന്താണ്, നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുത്ത് അത് വേണ്ട പോലെ എന്താന്ന് വെച്ച് ചെയ്തോളാൻ വേണ്ടി പറയാണ്. അങ്ങനെ വർഷയാണെങ്കിൽ, എന്താ ശ്രീകാന്ത് ഇത് മേടിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ വർഷയ്ക്ക് ഒരു വിഷമമാകണ്ട എന്ന് കരുതിയിട്ട്, കാരണം വർഷ പ്രഗ്നന്റ് ആണല്ലോ, ആ ഒരു രീതിയിൽ ശ്രീകാന്ത് ആ ചെക്ക് മേടിക്കുന്നുണ്ട് കേട്ടോ. ചെക്കെല്ലാം കൊടുത്ത് ഭയങ്കര സന്തോഷത്തിലാണ് മധുസൂദനും മഹിമയും അവിടുന്ന് പോകുന്നത്. മധുസൂദനം പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതി പറയുന്നുണ്ട്, കണ്ടില്ലേ ഇവരാണ് ശരിക്കും നല്ല ബന്ധുക്കൾ എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും നല്ല ബന്ധുക്കൾ കിട്ടിയത് വർഷയുടെ അച്ഛനും അമ്മയും മാത്രമാണ്. ഇവിടെ വേറെ ഒരുത്തിന്റെ അച്ഛനുണ്ട്, അത് എങ്ങനെ മരിച്ചു എവിടെ പോയി മരിച്ചു എന്നുള്ള കാര്യം പോലും അറിയാത്ത രീതിയിലാണ്. ബസ് കയറി മറിച്ചതാണോ ഇനി ബസ്സിലേക്ക് ചാടി മരിച്ചതാണെന്നൊക്കെ ആർക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചാക്കുവാണ് കേട്ടോ. അത് കേട്ട് നമ്മുടെ രവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രൻ നിന്റെ അടുത്ത് 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരാളെയും താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത് എന്നുള്ള കാര്യം. എത്ര പറഞ്ഞു കഴിഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ, ഉള്ളതല്ലേ പറഞ്ഞു പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ ഇങ്ങനെ നിൽക്കുവാണേ. നീ കൂടുതലൊന്നും സംസാരിക്കാൻ വേണ്ടി നിൽക്കണ്ട, പോവാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്തെ, നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങള് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ് രവി അവിടെ നിന്ന് പോവാണ്. അത് തന്നെയാണ് കേട്ടോ നമ്മുടെ രേവതിയും പറയുന്നത്. നിങ്ങൾക്ക് നല്ലത് വന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന്. ചന്ദ്രമതി എപ്പോഴേക്കും വീണ്ടും ഓടിച്ചാടി വരുന്നുണ്ട് കേട്ടോ. അവര് പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കണ്ട കേട്ടോ, കാരണം അവർക്കൊക്കെ കുശുമ്പാണ്, നിങ്ങൾ നന്നാവുന്നത് കണ്ടുകൂടാ, അതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പുതിയ റെസ്റ്റോറന്റ് എപ്പോഴും ആരംഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിന്റെ അമ്മയും അച്ഛനും വന്നിട്ട് പണം തന്നെന്നൊക്കെ പറയുന്നുണ്ട്. ആന്റി, അങ്ങനെ അച്ഛനും അമ്മയും പണം തന്നു, അത് ശരി തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും മറ്റൊരാൾ താഴ്ത്തി കിട്ടാൻ വേണ്ടിയിട്ട് മേടിച്ച പണമല്ല. ഇത് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കടമായിട്ട് മേടിച്ചതാണ്. എനിക്ക് പൈസ വരുന്ന സമയത്ത് ഈ പൈസ ഞാൻ തിരികെ കൊടുക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ വർഷ പറയുന്നത്. അതിന്റെ പേരിൽ ആന്റി ആരെയും കൊച്ചാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട എന്നുള്ള കാര്യം കൂടി പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ടാണ് വർഷ അവിടെ നിന്ന് പോകുന്നത്. ചന്ദ്രമതി ആകെ നാറിയ അവസ്ഥയിൽ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയുടെ വീടാണ് കേട്ടോ. ലക്ഷ്മി കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുവാണ്. വന്ന ഉടനെ തന്നെ ദേവുവിനെ നോക്കുന്നുണ്ട്. ദേവു മുറിയിൽ കിടക്കുന്നതാണ് കാണുന്നത്. 2-3 പ്രാവശ്യം വിളിച്ചിട്ടും ദേവു എഴുന്നേക്കുന്നൊന്നുമില്ല. പക്ഷെ അത് അത്ര അങ്ങ് ലക്ഷ്മി കാര്യമാക്കുന്നില്ല കേട്ടോ. ദേവു, നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെ? എനിക്കറിയാം, അല്ലെങ്കിൽ നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന്. ഞാൻ തന്നെ പോയിട്ട് നിനക്ക് ഭക്ഷണം എടുത്തിട്ട് വരാം, നീ എഴുന്നേറ്റ് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം എടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വേണ്ടാത്ത ചിന്തകളൊന്നും ദേവു നിന്റെ മനസ്സിൽ കയറി കൂടണ്ട കേട്ടോ. നിനക്കൊരു നല്ല പയ്യനെ തന്നെ സച്ചി നോക്കി കൊണ്ടുവരാ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ വെറുതെ മനസ്സിലിട്ടിട്ട് ഓരോന്ന് കുഴപ്പിക്കാൻ വേണ്ടി നിൽക്കണ്ട. എഴുന്നേറ്റ് വന്ന് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞിങ്ങനെ നിർബന്ധിക്കുകയാണ്. അതിനിടയ്ക്ക് ലക്ഷ്മി ആണെങ്കിൽ ഭക്ഷണം എടുത്ത് വെച്ചിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദേവു, നീ എഴുന്നേറ്റ് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ലക്ഷ്മി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴും ദേവു ആണെന്നുണ്ടെങ്കിൽ അനങ്ങാണ്ട് കിടക്കുവാണ്. എന്തായിരിക്കും ഇവളിങ്ങനെ കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ചെന്നിട്ട് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ദേവു മിണ്ടുന്നില്ല. അങ്ങനെ ദേവു വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അയ്യോ ദൈവമേ, എന്റെ കുഞ്ഞിന് എന്താ പറ്റിയെന്നാവോന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ശരത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ അമ്മേ, എന്താ ദേവുവിന് പറ്റിയെന്ന് ചോദിച്ചിട്ട് അവള് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അവൾക്ക് നല്ല പനിയുണ്ട് എന്നൊക്കെ പറയുവാണേ. എടാ, എന്റെ മോൾക്ക് എന്താ പറ്റിയെന്നറിയില്ല, എനിക്ക് പേടിയാവുന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അമ്മ ഭയപ്പെടേണ്ട, ഞാൻ വേഗം തന്നെ പോയിട്ട് ഓട്ടോ വിളിച്ചിട്ട് വരാ എന്ന് പറഞ്ഞ് ശരത്ത് പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ദേവുവിനെ. അങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്ന സമയത്ത് രാവിലെ വരെ അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അമ്മേ, പെട്ടെന്ന് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ലടാ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുവാണ്. അതേസമയം ട്രാഫിക്കിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അരുണാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. കാര്യമൊക്കെ കൂടെയുള്ള ആള് അന്വേഷിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ നെഞ്ചത്തോട്ട് കയറുക എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒച്ചയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. എന്നതിന് ശേഷം അവൻ്റെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുവാണേ. ആ സമയത്ത് തന്നെയാണ് ആ ഓട്ടോ അതുവഴി കടന്നു പോകുന്നത്. ഓട്ടോയിൽ ദേവുവിനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ അരുണാണെന്നുണ്ടെങ്കിൽ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് ഒരു ഒറ്റ പോക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സച്ചിയും അതുപോലെ രേവതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇന്നലെ കുടിച്ചതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. സച്ചി ഭയങ്കര ദേഷ്യത്തിന് തന്നെയുള്ളത്. അങ്ങനെ അവരുടെ സംസാരത്തിന്റെ ഇടയിലാണ് ദേവുവിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി വിളിക്കുന്നത്. കാര്യം അന്വേഷിക്കുമ്പോഴാണ് അവള് ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് മയങ്ങി വീണ് കിടക്കുമായിരുന്നു, അവക്ക് നല്ല പനി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നത്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചെന്നൊക്കെ പറയുമ്പോൾ അവക്ക് എന്താ പെട്ടെന്ന് പറ്റിയെന്നൊക്കെ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണല്ലോ. അവരുടെ സംസാരം കേട്ട് സച്ചി ആണെങ്കിൽ എന്താ പറ്റിയെന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. ദേവുവിന് സുഖമില്ലാണ്ടായി അവള് മയങ്ങി വീണ് കിടക്കുമായിരുന്നു എന്നുള്ള കാര്യം പറയുവാണേ. അവക്ക് ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, എന്താ പറ്റിയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവർ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ട് അങ്ങനെ സീരിയസ് ആയിട്ട് പ്രശ്നമൊന്നുമില്ല നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് ഡോക്ടർ പോകുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് അരുണിന്റെ അമ്മ കയറി വരുന്നത്. അമ്മയും ഡോക്ടറെ അടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാര്യമൊക്കെ പറയുവാണ്. ലക്ഷ്മിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അരുണിന്റെ അമ്മ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അരുണാണെന്നുണ്ടെങ്കിൽ അവിടെ റിസപ്ഷനിൽ എന്തോ ബില്ലെന്തോ അടച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും സച്ചിൻ രേവതി അങ്ങോട്ട് വരുന്നുണ്ട്. രേവതി ആണെങ്കിൽ ഓടി റൂമിലേക്ക് കയറിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അവക്ക് എന്താ പറ്റിയെന്ന്. അറിയില്ലടി, ഞാൻ കടയിൽ പോയിട്ട് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്, ഞാൻ എടുത്തു വെക്കുക എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷെ അവളെ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് അവൾക്ക് നല്ല പനിയുണ്ടായിരുന്നു, ബോധമില്ലാതെ തന്നെ കിടക്കുമായിരുന്നു. എത്ര വിളിച്ചിട്ടും അവള് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. അതേ ചേച്ചി, ആ സമയത്ത് തന്നെയാണ് ഞാനും അങ്ങോട്ടേക്ക് ചെന്നത്. വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ശരി, ഡോക്ടർ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ 2 ദിവസം അവള് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഓവറായിട്ട് സ്ട്രെസ്ഡും ആയിട്ടുണ്ട്, അതുകൊണ്ട് BP കൂടിയെന്ന് പറയണേ. ഈ പ്രായത്തിലൊന്ന് സച്ചി ചോദിക്കുമ്പോൾ ഓവർ സ്ട്രെസ്ഡ് ആയതുകൊണ്ട് BP കൂടിയതാണെന്നുള്ള കാര്യം ശരത്ത് പറയുവാണേ. അല്ലെങ്കിലും അവളുടെ മനസ്സിന്റെ വേദന അവള് ആരോടാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത്, എല്ലാം അവളുടെ മനസ്സിൽ ഒതുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരി, അതിനെന്താ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, പിന്നെന്താ രേവതി എന്നുള്ള കാര്യം നമ്മുടെ അരുണിന്റെ അമ്മ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ മറ്റെന്തെങ്കിലും പറഞ്ഞു ശരത്തെ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്.
റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്, നോക്കിയിട്ട് പറയാന്നാ പറഞ്ഞത്. അപ്പോഴേക്കും അരുണാണെങ്കിൽ മെഡിസിൻ മേടിച്ചിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. അരുണെ കാണുന്നതും നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അയാളടുത്ത് ആരാ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളാരും പറഞ്ഞിട്ടല്ല വന്നതെന്നുള്ള കാര്യം ശരത്ത് പറയുന്നുണ്ട്. ഉടനെ ഞാനും എന്റെ മകനും ദേവുവിന് ഇങ്ങനെ ആയി എന്നുള്ള കാര്യം അറിഞ്ഞിട്ടാണ് വന്നതെന്നുള്ള കാര്യം അരുണിന്റെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. ഓ, അപ്പൊ നിങ്ങളുടെ മകനാണോ? നിങ്ങളുടെ മകൻ ഒറ്റൊരുത്തം കാരണമാണ് ഇപ്പൊ ദേവുവിന് ഈ അവസ്ഥ വന്നത്. സച്ചിയേട്ട ഒന്നും മിണ്ടാതിരിക്കുമെന്ന് നമ്മുടെ രേവതി സച്ചിനെ വായടപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും നീ മിണ്ടി പോകരുത്, ശരത്തെ അവനടുത്ത് പോവാൻ വേണ്ടി പറയുന്ന പറയുമ്പോഴേക്കും അരുണാണെങ്കിൽ ഞാനെന്തിനാ പോകുന്നത്, ഇത് ഹോസ്പിറ്റലാണ്, ഇവിടെ ആർക്ക് വേണമെങ്കിൽ വരാൻ പോകാം എന്ന് പറയുന്നുണ്ട്. ഇത് അങ്ങനെ അവർക്ക് കയറി നിരങ്ങുന്ന സ്ഥലമല്ല, എന്റെ വീട്ടിലെ പെണ്ണാണ് ഇതെന്ന് സച്ചി പറയുന്നുണ്ട്. ഞാനങ്ങനെ കണ്ടവനൊന്നുമല്ല, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നവരാണ്. നീ എന്താ പറഞ്ഞത്? അവള് ചെറിയ പെൺകുട്ടിയാണ്, അവളുടെ പിന്നാലെ നടന്നിട്ട് അവളുടെ മനസ്സ് മാറ്റി അവൾക്ക് ഓരോ ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ട് അവളെ പറ്റിച്ചോണ്ടിരിക്കല്ലേ നീ? നീ കാരണം എങ്ങനെ സംഭവിച്ചതെന്ന് സച്ചി പറയുമ്പോൾ ഞാൻ കാരണമൊന്നുമല്ല, നിങ്ങൾ കാരണമാണ് സംഭവിച്ചത്. ഞങ്ങളുടെ കല്യാണത്തിന് മനഃപൂർവ്വം തടസ്സം നിന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും പഴി വാങ്ങാന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിന്റെ പേരിൽ അവളുടെ മനസ്സ് നൊന്നിട്ടാണ് അവൾക്ക് ഈ അവസ്ഥ വന്നത്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നീ എന്റെ മേല് പഴിയിടാൻ വേണ്ടി നോക്കുകയാണെന്ന് സച്ചി. അല്ലെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ മേല് പഴിയിടുന്നത് നിനക്ക് പുതിയതായിട്ടുള്ള കാര്യമല്ലല്ലോ. ദേവ് ഞങ്ങളുടെ വീട്ടിലെ പെണ്ണാണ്, അതുകൊണ്ട് അവളെ എങ്ങനെ നോക്കണം എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണോ എന്നുള്ള കാര്യം സച്ചി അരുണിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടൻ എന്തിനാ ഈ ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യം ചോദിച്ചിട്ട് രേവതി ഇങ്ങനെ ഓരോ കാര്യം പറയുന്നുണ്ടെങ്കിലും അതെങ്ങനെ രേവതി ദേഷ്യപ്പെടാതിരിക്കുക? ഇവൻ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ കാരണമാണ് അവൾ ഇങ്ങനെ കിടക്കുന്നതെന്ന്. ഇവൻ വെറുതെ കൊടുത്ത ആഗ്രഹവും ആശയം കൊണ്ടാണ് ഇവള് ടെൻഷനായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ എന്ന് സച്ചി വീണ്ടും അവന്റെ അടുത്ത് പറയുന്നുണ്ട്. നിനക്ക് ദേവുവിന്റെ അടുത്ത് ഒരു ഇഷ്ടവുമില്ല, എങ്ങനെങ്കിലും എന്നെ പഴിവാങ്ങണം, അതിനു വേണ്ടിയിട്ടല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത്. അത് കാരണമാണ് ദേവു ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ അരുൺ വീണ്ടും പറയുമ്പോഴേക്കും നീ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് അരുണിനെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഒങ്ങുന്നുണ്ട്. പക്ഷെ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ കൈ പിടിച്ചു നിർത്തുവാണ്. അരുണും സച്ചിയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. നമ്മുടെ അരുണിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വേണ്ട, അരുൺ പറയുന്നത് കേൾക്കെന്ന് പറയുവാണേ. ഒന്ന് നിർത്ത്, സച്ചേട്ടും കൂടി വന്നെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിളിച്ചോണ്ട് പോവാണ് കേട്ടോ. എന്റെ അനിയത്തി എന്ത് അവസ്ഥയിലാണ് കിടക്കുന്നതെന്നുള്ള കാര്യം പോലും അറിയില്ല. ആ സമയത്താണ് നിങ്ങൾ അടിയുണ്ടാക്കുന്നത് ചോദിച്ചിട്ട് രേവതി ദേഷ്യപ്പെടുമ്പോൾ ഞാനാണോ അടിയുണ്ടാക്കിയത്? നീ എന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് അവനല്ലേ ഓരോന്ന് പറഞ്ഞ് തുടങ്ങി എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മിയും പുറത്തേക്ക് വരുന്നുണ്ട്. അവനിവിടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവാണ് കേട്ടോ. സച്ചി സച്ചി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി വിളിക്കുന്നുണ്ടെങ്കിലും സച്ചി കേൾക്കാതെ അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് രേവതിയുടെ അടുത്ത് കാര്യം അന്വേഷിക്കുന്നുണ്ട്. ഞാനല്ലല്ലോ അവരുടെ അടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞത്, അവരുടെ ഇഷ്ടത്തിന് പോവില്ലെന്ന് പറഞ്ഞിട്ട് ദേവുവിന്റെ അരികിലേക്ക് അങ്ങ് ചെല്ലുവാണ് കേട്ടോ നമ്മുടെ രേവതി. അത് കഴിഞ്ഞ് നമ്മുടെ രേവതി ഉള്ളിലേക്ക് വന്നിട്ട് അരുണിന്റെ അടുത്ത് ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ കാരണം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലത്തേനാണോ ഇത്? നിങ്ങളടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ എന്റെ അച്ഛന്റെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം, പിന്നെ എന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോയി തരുമോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവരെ ആട്ടിയിറക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അത് കേട്ട് നമ്മുടെ അരുണിന്റെ അമ്മയാണെങ്കിൽ അരുൺ വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് അരുണിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ദേവുവിന്റെ അരികിലിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ലക്ഷ്മിയും അതുപോലെ തന്നെ രേവതിയും ചേർന്ന്. തുടർന്ന് റിപ്പോർട്ട് ആയതിനു ശേഷം ഡോക്ടർ രണ്ടുപേരെയും വിളിക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നത് അവൾക്ക് പേഴ്സണൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നാണ്. അങ്ങനെയൊന്നും ഇല്ലല്ലോ, അവൾക്ക് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഡോക്ടർ സംഭവിച്ചിട്ടില്ല. അവള് നല്ല ആരോഗ്യവതിയായിരുന്നു. കാരണം എനിക്ക് പൂക്കടയിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ അവള് പൂക്കടയിൽ നിന്നുകൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരുമായിരുന്നു. ദിവസം മുഴുവൻ നിന്നിട്ട് അവൾ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. ഇപ്പോഴും അവള് വേറെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും എന്നെ കടയിൽ വന്ന് സഹായിക്കാറുണ്ടെന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയുവാണേ. ശരിക്കുമായിട്ട് ഒരു പ്രശ്നവുമില്ല, പക്ഷെ അവൾക്ക് മനസ്സിന് എന്തോ ഒരു വിഷമമുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവള് മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, ഭയങ്കര ടെൻഷനില്. അതുകൊണ്ടാണ് അവളുടെ BP സ്റ്റേബിൾ അല്ലാത്തത്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈ പ്രായത്തിലൊക്കെ BPയോ? ഡോക്ടർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല, അവള് മനസ്സിൽ എന്തോ ഇട്ടിട്ട് കുഴപ്പിക്കുന്നുണ്ട്. എന്തായാലും അവളുടെ മേലൊരു ശ്രദ്ധ നിങ്ങൾക്ക് എപ്പോഴും വേണം, എപ്പോഴും അവളെ ശ്രദ്ധിക്കണം. ഇങ്ങനെ BP സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവൾക്ക് ഹാർട്ടിന് വരെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ഡോക്ടർ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. നന്നായിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവളടുത്ത് അവളെ നന്നായിട്ട് കെയർ ചെയ്യുകയും അവളെ മനസ്സ് തുറന്ന് സംസാരിക്കാനും വേണ്ടിയിട്ട് അനുവദിക്കുകയും ചെയ്യണം. ഇപ്പോ അവൾക്ക് അതാണ് ആവശ്യം. എപ്പോഴാണ് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന കൂടി രേവതി ചോദിക്കുന്നുണ്ട്. ട്രിപ്സ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കൽ കൂടി അവളെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തിറങ്ങിയിട്ട് എന്താ ദേവുവിന് ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്നത്, എന്താ ഇതൊക്കെ നമ്മളിപ്പോ എന്താ ചെയ്യാന്നൊക്കെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ ലക്ഷ്മി ചോദിക്കുമ്പോൾ ഇവൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം നമ്മളല്ലേ അമ്മേ, അവള് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, അതിന് നമ്മളല്ലേ തടസ്സം നിന്നത്. അങ്ങനെ അവളുടെ മനസ്സ് നൊന്നിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായ ആരുടെ മനസ്സാണ് നോവാതിരിക്കുക?
പക്ഷെ രേവതി സച്ചിക്ക് എന്ന് പറയുമ്പോഴേക്കും വീണ്ടും വീണ്ടും അമ്മ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തിനാണ് അമ്മ അവരെ പേടിച്ചും കൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത്? അമ്മയാണ് ധൈര്യത്തോട് കൂടിയിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സച്ചിയുടെ അടുത്ത് സംസാരിക്കേണ്ടത്, അല്ലാതെ പേടിച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുവാണ് കേട്ടോ. സച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരുന്നുമില്ല, അമ്മയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും പറയുന്നു. ഞാൻ പേടിച്ചിട്ടല്ലടി, സച്ചിക്ക് നമ്മുടെ കുടുംബത്തോട് ഭയങ്കര സ്നേഹമുണ്ട്, ആ ഒരു മര്യാദയുടെ പുറത്താണ്. മര്യാദയൊക്കെ അവിടെ ഇരിക്കട്ടെ അമ്മേ, ദേവുവിന്റെ ജീവിതം നമുക്ക് പ്രധാനം തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ സച്ചേട്ടൻ്റെ അടുത്ത് അമ്മ ഒരു പ്രാവശ്യം സംസാരിച്ചു നോക്ക്. ദേവുവിനെ എന്തായാലും അരുണിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ള കാര്യം പറ അമ്മ. അമ്മയ്ക്കും ഇതിന് താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയല്ലേ സച്ചേട്ടനും അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. അമ്മയ്ക്ക് അരുണിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ കണ്ടതുവരെ അവൻ നല്ലവനാണെന്നാ തോന്നുന്നത്. പിന്നെന്താ അമ്മ പ്രശ്നം? അല്ല, സച്ചിക്ക് അവന്റെ മേലെ ഒരു മോശപ്പെട്ട ഒരു അഭിപ്രായം വന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ അവസാനം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്നുള്ളതാണ് എന്റെ ഭയം. അതെങ്ങനെയാ അമ്മേ? അവര് എന്നെ അങ്ങ് ഒഴിവാക്കുവോ? അതൊന്നുമില്ല, എന്നെ എന്തായാലും പാതി വഴിയിൽ സച്ചേട്ടൻ ഒഴിവാക്കുമൊന്നുമില്ല. എന്നെ സച്ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. എത്ര ദേഷ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും സച്ചേട്ടൻ ഒരിക്കലും എന്നെ വിട്ടുകൊടുക്കില്ല. എനിക്ക് സച്ചേട്ടനെ കുറിച്ച് നന്നായിട്ട് അറിയാം. സച്ചേട്ടൻ നല്ലവനാണ്, പക്ഷെ മുൻകോപം കാരണം ഒന്നും മനസ്സിലാക്കില്ല. അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവര് എന്നെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ട. പിന്നെ അരുണാണെന്നുണ്ടെങ്കിൽ ഇവരോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സച്ചേട്ടനും ദേഷ്യം. ഇപ്പോ ദേവുവിനാണെന്നുണ്ടെങ്കിൽ അരുണിനെ ഇഷ്ടപ്പെട്ടു, അവനെ കിട്ടില്ല എന്നുള്ള ഒരു ഇതിനോടാണ് ദേവുവിന് ഇപ്പം ശരീരത്തിന് സുഖമില്ലാതായതും. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൂടെ അമ്മേ, ദേവുവിന് എത്രത്തോളം അരുണിനെ ഇഷ്ടമാണെന്ന്. ഇപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് രേവതി നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോ ഡോക്ടർ പറഞ്ഞത് അമ്മയും കേട്ടില്ലേ? അവക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും സംഭവിക്കും. അതിനു മുമ്പായിട്ട് തന്നെ സച്ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് അമ്മ കാര്യങ്ങൾ സംസാരിക്കും. ശരി, ഞാൻ സംസാരിക്കാന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഞാൻ ദേവുവിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് രേവതി ദേവുവിന്റെ അരികിലേക്കും പോകുന്നുണ്ട്.